ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ ചില ഇസ്ലാമിസ്റ്റുകളുടെ തള്ളു കേൾക്കാറുണ്ടല്ലോ. ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിപ്പിക്കണം എന്ന രൂപത്തിൽ പ്രവാചകൻ അവതരിച്ചത് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും ഈ തള്ളിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് ഇതുവരേക്കും ആരും അന്വേഷിച്ചിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല. എന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്ന പല രാജ്യങ്ങളിലും ഇന്നും സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ലോകം പുരോഗമനത്തിലേക്ക് പോകുന്തോറും അവൻ്റെ പൊതു സാംസ്കാരിക നിലവാരത്തിൽ നിന്നും ഉണ്ടായ വികസനമല്ലാതെ മതം അവനിൽ ഉൽപ്പാദിപ്പിച്ച എന്ത് തരത്തിലുള്ള ഡെവലപ്മെൻ്റാണ് ഇസ്ലാം കൾച്ചറിലുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. വെറും കൊള്ളയും കൊലയും പെണ്ണുപിടിയും ഇതുമാത്രമാണോ മതം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരം? അതെ, അത് തന്നെയാണ്. കാരണം മുഹമ്മദ് നബിയെ ഇന്ന് മാനവരിൽ മഹോന്നതൻ എന്ന് പറയുമ്പോൾ ചിരി വരാത്ത അധികം ആൾക്കാരൊന്നും ഉണ്ടാകില്ല. കാരണം പ്രവാചകൻ ചെയ്ത ധീരകൃത്യങ്ങളൊക്കെ തന്നെ ഇന്ന് പുറം ലോകത്തിനറിയാം. അമുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കുന്നു. ആ മതം മാത്രമാണ് ആത്യന്തികമായ ശരിയെന്നും നമ്മളാണ് നേരിട്ട് സ്വർഗത്തിൽ പോകുന്നവർ എന്നും വാദിച്ചിരുന്ന ആൾക്കാർക്ക് ഇന്ന് മിണ്ടാട്ടം മുട്ടിയത് മതപരമായ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും കേൾക്കാനും അതിൻ്റെ ശരി കണ്ടെത്താനും ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴിതാ ഒരു ഉസ്താദ്, ഏതെങ്കിലും ഒരു ഉസ്താദ് എവിടെയെങ്കിലും നിന്ന് പ്രസംഗിക്കുന്നതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പെൺകുട്ടികളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ വിചാരിക്കും ഈ കാലഘട്ടത്തിൽ ഇത്തരക്കാരൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാഴുകയില്ല. കേൾക്കാം. സൗണ്ട് എടുത്തേ. पूछते हैं कि हम अगर इतनी बेटियां हो जाएंगी तो अल्लाह इनका खर्चा कौन उठाएगा? हम इनको इतनी तालीम देंगे, फायदा कौन उठाएगा? ससुराल। तो अल्लाह कहते हैं कि तुम्हारे जिम्मे इसकी तालीम नहीं है। इसकी तालीम उसके इस पे खर्च वो करेगा जिसने इसको बीवी बना के लेके जाना है। इसी वजह से अल्लाह ने नाबालिग बच्ची की भी शादी की इजाजत दे दी है। बेटी तुम्हारे पैदा हुई है, अमानत किसी और की है, तो ये अमानत बचपन में भी किसी के हवाले की जा सकती है। तभी इस्लाम में नाबालिग बच्ची की शादी भी बिल्कुल जायज है। बहुत मुश्किल है समझाना मेरे भाई. ഇവരുടെ കൈകളിൽ ഇസ്ലാം സുരക്ഷിതമാണ് എന്നാലോചിക്കുമ്പോഴാണ് ആകെ നമുക്കൊരു സമാധാനമുണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. അദ്ദേഹം പറയുന്നത് പെൺകുട്ടികൾ ഉണ്ടായാൽ അവരുടെ ചിലവ് ആര് വഹിക്കും? ആദ്യം ചോദിച്ച ചോദ്യം അതാണ്. നമുക്കറിയാം, ഇങ്ങേറ്റം കുറച്ച് നാൾ മുമ്പ് സ്വന്തം മകൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്ത ഒരു പിതാവിനെ കുറിച്ച് വാർത്ത പരക്കെ പ്രചരിച്ചിരുന്നു. അദ്ദേഹത്തെ പോലീസ് പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ പുരയിടത്തിൽ ഒരു വാഴ നട്ടാൽ അതിലുണ്ടാകുന്ന ഒരു വാഴക്കൊല അതാദ്യം രുചിച്ചു നോക്കേണ്ടത് ഞാനാണ് എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ വെള്ളവും വളവും ഇട്ടുകൊടുത്ത് പ്രതീക്ഷയോടുകൂടി അതിൽ നിന്ന് കായ്ഫലം കിട്ടുന്നതിന് വേണ്ടിയാണത് വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് എനിക്കത് ആഗ്രഹിക്കാനിടയായതും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പെൺകുട്ടികൾ ഉണ്ടായാൽ അവരുടെ ചെലവ് ആര് വഹിക്കും? ഉണ്ടാക്കുന്നവൻ അറിയില്ലേ ചെലവ് വഹിക്കണമെന്ന്? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ബാധ്യതയുമില്ല. എങ്ങനെയൊക്കെയോ ഉണ്ടായി, അത്ര തന്നെ. ഉണ്ടാകുന്നതു മുതൽ ഈ പെൺകുട്ടിയുടെ ബാധ്യത ആര് ഏൽക്കും എന്നാണ് $1 മില്യൺ ക്വസ്റ്റ്യനാണത്. ലോകം ചിന്തിക്കേണ്ടുന്ന വിഷയമാണത്. ഇവർക്കാകെ ചിന്തിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളല്ലോ. രാജ്യത്തിൻ്റെ പുരോഗതിയൊക്കെ ഇവരുടെ കൈകളിൽ ഭദ്രമല്ലേ? രണ്ടാമത്തെ ചോദ്യം, നമ്മൾ അവർക്ക് ഇത്രയൊക്കെ മുതൽ മുടക്കിയിട്ട് അതിൻ്റെ ലാഭമെടുക്കുന്നത് മറ്റൊരാളോ? നല്ല പിതാവ്. ഇദ്ദേഹമാണ് മതപരമായ നിയമങ്ങൾ
ഈ ലോകത്ത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയും ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ നിയമമാകാൻ വേണ്ടിയിട്ടും സമരം ചെയ്യുന്നവർ, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ അവർക്ക് അവരുടെ വളർന്നു വരുന്ന ഓരോരോ കാലാവസ്ഥയ്ക്കും ശാരീരിക പ്രകൃതിക്കും വളർച്ചയ്ക്കും അനുയോജ്യമായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിട സൗകര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ ഒരു ഓഹരി, ചിലപ്പോൾ ഏറിയ പങ്കും ഇവർക്ക് വേണ്ടി ചിലവഴിച്ച് ഇവരെ വളർത്തി പഠിപ്പിച്ച് മെച്ചപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് വേറെ ഒരാളോ, ഭർത്താവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും? അത് നമ്മളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഉസ്താദ് പറയുന്നത്. അടുത്ത ചോദ്യം, അള്ളാഹു പറയുന്നു നിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്വമില്ല. നല്ല പഠിച്ചവൻ അല്ലേ? പഠിച്ചവൻ പറയാണ് നീ ഉണ്ടാക്കി വിട്ടാൽ മതി, ബാക്കി ഉത്തരവാദിത്തങ്ങളൊക്കെ നീ ആരുടെ തലയിലാണോ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് അവനാണ് എന്ന് പഠിച്ചവൻ പറയുന്നത്രേ. ഒരു ഉത്തരവാദിത്വവും നിനക്കില്ല. നീ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ കൃഷിയിടത്തിൽ കയറി നീ അങ്ങ് കൃഷി ചെയ്തോ നിനക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ. അപ്പോൾ ഫഅതു ഹർസക്കും അന്നാശിഅ്തും നിസാഉക്കും ഹർസുലക്കും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെന്നോ അന്നാശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തെ സമീപിച്ച് ഒരു കുഴപ്പമില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അപ്പോൾ അള്ളാഹു ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവുമില്ല എന്നുകൂടി പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗം വളരെ പ്യുവറായി. നമ്മുടെ ഭാഗത്തിനൊരു ക്ലാരിറ്റി പഠിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അടുത്തത്, അതിൻ്റെ ചിലവ് നോക്കേണ്ടത് അവരെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നവനാണ്, പ്രസവിക്കുന്നത് മുതൽ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചോണം. അപ്പം മുലകുടിയൊക്കെ 2 വർഷത്തേക്ക് പാല് കൊടുക്കാൻ അതൊക്കെ സെക്കൻഡറി അല്ലേ ഉസ്താദെ? അപ്പോൾ അതിൻ്റെ ചിലവ്, അതായത് പെറ്റിട്ടത് മുതൽ അതിൻ്റെ ചിലവ് നോക്കേണ്ടത് നമ്മൾ ആർക്കാണോ കെട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അതായത് ഗർഭിണിയാകുന്നത് മുതൽ ആണോ പെണ്ണോ എന്നറിയുന്നതിന് മുമ്പ് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുത്തിനെ പിടിച്ച്, അതാകുമ്പോൾ സമ്മതമൊന്നും ചോദിക്കേണ്ട, ഒരു ടർക്കിയിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുക്കണ്ട, ഇതാണ് നിന്റെ പെണ്ണുമ്പിള കൊണ്ടുപോയിക്കോ, കൈ പിടിച്ചു കൊടുക്കുക, അത്രയ്ക്കേ ഉള്ളല്ലോ ഇസ്ലാമിൻ്റെ യുക്തി. അപ്പോൾ അതിൻ്റെ ചിലവ് നോക്കേണ്ടത് അവരെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നവനാണ്. ഓക്കെ, അടുത്തത്, അതുകൊണ്ടാണ് അള്ളാഹു കൊച്ചു കുഞ്ഞിനെ വരെ കല്യാണം കഴിക്കാൻ അനുവാദം തന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനായിട്ട് പറയുന്നതാണെന്ന്. ഒരു തവണ കൂടി നിങ്ങൾ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ച് 37 സെക്കൻഡേ ഉള്ളൂ. हम इनको इतनी तालीम देंगे, फायदा कौन उठाएगा? ससुराल। तो अल्लाह कहते हैं कि तुम्हारे जिम्मे इसकी तालीम नहीं है, इसकी तालीम उसके खर्च वो करेगा जो जिसने इसको बीवी बना के लेके जाना है। इसी वजह से अल्लाह ने नाबालिग बच्ची की भी शादी की इजाजत दी है। അതുകൊണ്ടാണ് അല്ലാഹു കുഞ്ഞിനെ വരെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. तुम्हारे पैदा हुई है, अमानत किसी और की है, तो ये अमानत बचपन में भी किसी के हवाले की जा सकती है। तभी इस्लाम में नाबालिग बच्ची की शादी भी बिल्कुल जायज है। बहुत मुश्किल है समझाना मेरे भाई। കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു കൊച്ചു കുഞ്ഞിനെ വരെ കല്യാണം കഴിക്കാൻ അനുവാദം തന്നത്. അപ്പോൾ കുഞ്ഞിനെ കെട്ടാൻ ഇസ്ലാമിൽ ഇനി നിയമമില്ലെന്ന് നിങ്ങൾ പറയില്ലല്ലോ. ഇദ്ദേഹം മുസ്ലിം അല്ലെന്ന് നിങ്ങൾ പറയുമോ? ഇദ്ദേഹം പറയുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഇനി പെൺകുട്ടി നിങ്ങൾക്ക് ഉണ്ടായതാണെങ്കിലും ഫലം കിട്ടുന്നതും മറ്റൊരാൾക്കാണ്. കെട്ടിച്ചു വിടുന്നവന് അവൻ്റെ കൂടെയാണല്ലോ കിടക്കുന്നതും, അവൻ്റെ വീട്ടിലാണല്ലോ കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കുന്നതും, അവൻ്റെ മക്കളെയാണല്ലോ ചുമക്കുന്നതും ഒക്കെ. അതുകൊണ്ട് കെട്ടി ഇട്ട അന്നു മുതൽ, പ്രസവിച്ച അന്നു മുതൽ എന്ത് ചെയ്തോണം? മറ്റൊരിടത്തങ്ങ് ഏൽപ്പിച്ചു വിട്ടോ. അവർ പരസ്പരം അങ്ങ് ആയിക്കോളും, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അപ്പം പിന്നെ ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്തത്, ഈ ഫലം കുഞ്ഞുനാളിലെ മറ്റൊരാൾക്ക് കൊണ്ടുപോകാൻ സാധുകരി. മനസ്സിലായില്ലേ? കുഞ്ഞ് ജനിക്കുന്നത് മുതലുള്ള കുഞ്ഞിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും വഹിക്കേണ്ടത് കുഞ്ഞിനെ ആരാണോ ഭാവിയിൽ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അവനാണ് ഇതൊക്കെ വഹിക്കേണ്ടത്, ഈ ചെലവുകളൊക്കെ. കാരണം ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത് അവനാണല്ലോ എന്നാണ്. ഇതാണ് നമ്മുടെ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്ത്രീകളുടെ, കുഞ്ഞുങ്ങളുടെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ
പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ മതത്തിൽ നമ്മളൊക്കെ ആയതിന് നമുക്കൊക്കെ ആ പടച്ചവനോട് നന്ദി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, നീ എത്ര കാരുണ്യവാനാണ് റബ്ബേ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അന്യപുരുഷനെ പ്രസവിച്ച് വീഴുന്നത് മുതൽ അവൻ്റെ ലയബിലിറ്റി ഒക്കെ കിട്ടുന്നവൻ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ റബ്ബേ, പുരുഷന്മാരെ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പടച്ചവനാണ്. സ്തുതി റബ്ബേ.